ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന പ്രധാന വാർത്തകളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ അപ്ഡേറ്റ് സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ടതാണ്. റീസെന്റായി IPL അവസാനിച്ചതു മുതൽ സഞ്ജു രാജസ്ഥാൻ വിട്ട് ചെന്നൈയിലേക്ക് എത്തും എന്നൊരു റൂമർ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. ഇത് ആക്ച്വലി സഞ്ജു പോസ്റ്റ് ചെയ്ത ഒരു ഇൻസ്റ്റാഗ്രാം പിക്കിന്റെ ബേസിസിലാണ് വന്നത്. സഞ്ജുവും വൈഫും കൂടി ടൈം ടു മൂവ് എന്ന ക്യാപ്ഷൻ ഇട്ട ഒരു പിക്ക് ഇൻസ്റ്റയിൽ ഇട്ടിരുന്നു. ആ പിക്കിൽ ഒരു മഞ്ഞ വരയുണ്ട്. ഇത് കണ്ടിട്ടാണ് കുറെ ഫാൻസ് ആ പിക്ക് ഡീകോഡ് ചെയ്ത് സഞ്ജു രാജസ്ഥാൻ വിട്ട് ചെന്നൈയിലേക്ക് വരുമെന്നൊക്കെ കമന്റ് ഇട്ട് വൈറലാക്കിയത്. പേഴ്സണലി എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ നടക്കുമെന്ന്. അവർ റാൻഡമായിട്ട് ഒരു പിക്കിൽ ആക്സിഡന്റലി ഒരു മഞ്ഞ വര പെട്ടുപോയതുപോലെ തന്നെയാണ് തോന്നുന്നത്. അടുത്ത അപ്ഡേറ്റ് നിക്കോളാസ് പൂരനുമായി ബന്ധപ്പെട്ടതാണ്. T20യിൽ നിലവിൽ ടോപ്പ് ഫോമിൽ നിൽക്കുന്ന പൂരൻ ഷോക്കിംഗ് റിട്ടയർമെന്റ് ഇന്നലെ പ്രഖ്യാപിച്ചു. നിലവിൽ നടക്കുന്ന ഇംഗ്ലണ്ട് വിൻഡീസ് T20 പരമ്പരയിൽ നിന്നും പേഴ്സണൽ ടൈം വേണമെന്ന് പറഞ്ഞായിരുന്നു നിക്കി പിന്മാറിയത്. എന്നാൽ ഇത് റിട്ടയർമെന്റ് പ്രഖ്യാപിക്കാനുള്ള ടൈമിന് വേണ്ടിയാണ് എന്ന് ആരും കരുതിയില്ല. 29-ാം വയസ്സിലാണ് നിക്കോളാസ് പൂരന്റെ റിട്ടയർമെന്റ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ഹെൻറി ക്ലാസൻ 33-ാം വയസ്സിൽ റിട്ടയർമെന്റ് അനൗൺസ് ചെയ്തിരുന്നു. അവരുടെ ക്രിക്കറ്റ് ബോർഡ് കൊടുക്കുന്നതിനേക്കാളും ക്യാഷ് T20 ലീഗിൽ നിന്ന് കിട്ടുമ്പോൾ വിദേശ താരങ്ങൾക്കിടയിൽ ഏർലി റിട്ടയർമെന്റ് ഇപ്പോൾ ഒരു പാറ്റേൺ ആയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ സർപ്രൈസിംഗ് റിട്ടയർമെന്റ്സ് നടന്ന ഒരു വർഷം കൂടിയാണ് 2025 ഇതുവരെ. അവസാനത്തെ അപ്ഡേറ്റ് രോഹിത്തുമായി ബന്ധപ്പെട്ടതാണ്. T20 ടെസ്റ്റ് ഫോർമാറ്റിൽ നിന്നും റിട്ടയർമെന്റ് പ്രഖ്യാപിച്ച രോഹിത് ഏകദിന ഫോർമാറ്റ് മാത്രം കണ്ടിന്യൂ ചെയ്ത് കളിക്കും എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. എന്നാൽ ആക്ച്വലി രോഹിത് ODIയിൽ നിന്നുകൂടി റിട്ടയർമെന്റ് പ്രഖ്യാപിക്കും എന്നാണ് BCCI പ്രതീക്ഷിച്ചത് എന്നൊരു കമന്റ് BCCIയിലെ ഒരു അംഗം ഇന്നലെ നടത്തിയിരുന്നു. കാരണം ഏകദിന ഫോർമാറ്റിൽ ഒരു പുതിയ ക്യാപ്റ്റനെ വെച്ച് ട്രാൻസിഷൻ നടത്താൻ BCCI തയ്യാറായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ രോഹിത് ODI കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചതിനാൽ ഇനി താരത്തിന്റെ ഡിസിഷനെ പറ്റി രോഹിത്തിനോട് സംസാരിക്കില്ല എന്നുകൂടി കമന്റ് വന്നിട്ടുണ്ട്.